കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന സമരാഗ്നി ജനകീയ പദയാത്ര ഫെബ്രുവരി 11-ന് വൈകിട്ട് 3 മണിക്ക് വടകര കോട്ടപ്പറമ്പിൽ എത്തിച്ചേരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടിക്കൊണ്ടായിരിക്കും സമരാഗ്നി 14 ജില്ലകളിലും പര്യടനം നടത്തുകയെന്ന് വടകരയിലെ സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണം സമ്മാനിക്കുന്നത്. അതിനെതിരായ ജനകീയ പോരാട്ടം കൂടിയാകും സമരാഗ്നി. ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ എന്നതിനപ്പുറം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും യാത്ര കടന്നുപോകുന്നത്. രാവിലെ കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ജനകീയ ചർച്ചാ സദസ്സുകൾ സംഘടിപ്പിക്കും. ഫെബ്രുവരി 11-ന് 3 മണിക്ക് വടകരയിൽ എത്തിച്ചേരുന്ന സമരാഗ്നിയെ ഒന്തം ഓവർബ്രിഡ്ജിന് സമീപത്ത് വെച്ച് മുത്തുക്കുടകളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി കോട്ടപ്പറമ്പിലേക്ക് ആനയിക്കും. തുടർന്ന് നടക്കുന്ന സ്വീകരണ പൊതുസമ്മേളനത്തിൽ 10,000-ത്തിലധികം കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കും. കെ.പി.സി. പ്രസിഡന്റ് സുധാകരനും എം.പിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന കാസർഗോഡ് ആരംഭിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭം ഫെബ്രുവരി 11 ഞായറാഴ്ച 3 മണിക്കാണ് വടകര കോട്ടപ്പറമ്പിലെത്തുന്നത്. ഈ സമരത്തിൻ്റെ ഈ പ്രക്ഷോഭത്തെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ, കേന്ദ്ര സർക്കാർ രാജ്യത്തിലെ ജനങ്ങളെ വല്ലാത്ത നിരാശയിലായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിലെ ജനങ്ങൾക്ക് വല്ലാത്ത ദുരിതങ്ങൾ ഉണ്ടാക്കിയ സർക്കാരാണ്. ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ് കെ.പി.സി. പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നടത്തുന്നത്. അപ്പോൾ അത് വടകരയിലെത്തുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ ഒന്തം ഓവർ ബ്രിഡ്ജിൻ്റെ സമീപത്ത് സ്വീകരിക്കുകയും അത് വടകര കോട്ടപ്പുറത്തെത്തുകയും അങ്ങനെ ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭമായി നമ്മൾ 30 മഹാസമ്മേളനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ കോഴിക്കോട് ജില്ലയിൽ 2 തുടക്കം കോഴിക്കോട് ജില്ലയിൽ വടകരയിലാണ്. അഴിയൂർ ഞങ്ങൾ 10 പ്രധാനപ്പെട്ട DCC നേതാക്കന്മാർ വടിയൂർ വെച്ച് ചുങ്കത്ത് വെച്ച് നമ്മൾ സ്വീകരിക്കും. അത് കഴിഞ്ഞ് 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ നമ്മുടെ ഓവർബ്രിഡ്ജിൻ്റെ അടുത്ത് വെച്ച് സ്വീകരിച്ച് കോട്ടപ്പറമ്പിലേക്ക് ആനയിക്കുകയാണ്. അപ്പോൾ ഈ പ്രക്ഷോഭം വലിയൊരു പ്രക്ഷോഭമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണുന്നത്. ഈ പ്രക്ഷോഭത്തോടു കൂടി സാധാരണക്കാരെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാർ മാത്രമല്ല ഈ സർക്കാർ കൊണ്ട് കെടുതി അനുഭവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാർ അവരെല്ലാം അണിനിരത്തുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ടാണ് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.